എന്റെ പൊന്നെ യമണ്ടൻ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടൻ അടി. രേണു സുധി ഓൺ ദ ഫ്ലോർ. ആരുടെ കൂടെ വഴക്ക് കൂടുന്നത്? അപ്പാനി ശരത്തിന്റെ കൂടെ, അഭിശ്രീയുടെ കൂടെ. പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ അല്ലറി വിളിച്ച് ബഹളം വെച്ച് അഭിശ്രീക്കും അത് നെഗറ്റീവ് ആവും. രേണു സുധീരെ കേസിൽ ഇതിനകത്ത് ന്യായം ഉണ്ടോന്ന് ലൈവ് കംപ്ലീറ്റ് നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും കൂടെ കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. മൊത്തം അടിപിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിസാര അടിപിടിയൊന്നും അല്ല. നമ്മളിത് ഇന്ന് കാണുമ്പോൾ 50ാമത്തെ ദിവസം നടക്കുന്ന അടിപിടിയുടെ പ്രതീതിയാണെന്ന് ബിഗ് ബോസിനകത്ത്. നോമിനേഷൻ ഇതിനിടയിൽ കൂടി നടന്നു. പിന്നെ ബിഗ് ബോസ് പുതിയതായിട്ടുള്ള 14 നിയമങ്ങൾ പറഞ്ഞു. പണിപ്പുരയുടെ നിയമങ്ങൾ പറഞ്ഞു. ഷാനവാസ് പറയാണ് ജിസയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കേരള സംസ്കാരത്തിന് ഒട്ടും ചേർന്നതല്ലെന്ന്. ഇതെന്തുവാണ്? കുലപുരുഷത്വോ? ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? രേണു സുധീരത ഞാൻ ഇങ്ങനെ നമ്മുടെ ലൈവിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു നിസാര പ്രശ്നം വൻ രൂക്ഷമായി. ഇന്നത്തെ കണ്ടന്റ് കൊണ്ടുപോയത് രേണു സുധി, ഷാനവാസ്, അപ്പാനി, അഭിശ്രീ, അനീഷ് 5 പേരും കൊണ്ടുപോയി. ഇത് എങ്ങനെ 1 മണിക്കൂർ എപ്പിസോഡ് TV-യിൽ കാണിക്കുന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം കണ്ടന്റ്, അത്രയ്ക്ക് കണ്ടന്റാണ്. ഇന്നിപ്പോ ഒരു 2:20 മുതൽ 6:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞുതരാം എന്താണ് നടന്നതെന്ന്. വരിവരിയാ പറഞ്ഞുതരാം. 2:20 ഇവർ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് എല്ലാം എഴുന്നേറ്റ ശേഷമാണ് ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് മൂവി നൈമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നു. ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ടാണ് പറയുന്നത് പണിപ്പുര നിങ്ങൾ കണ്ടല്ലോ. പണിപ്പുരയ്ക്കകത്താണ് നിങ്ങളുടെ ഡ്രസ്സും അക്സസറീസും വരുന്നത്. ഡ്രസ്സ് ബ്രൗൺ പാക്കറ്റിലും അക്സസറീസ് ഗ്രീൻ പാക്കറ്റിലുമാണ് വരുന്നത്. ലക്ഷറി ബഡ്ജറ്റ് സെലക്ട് ചെയ്യാൻ ഇത്തവണ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. ലക്ഷറി എന്ന് ഞാൻ നിങ്ങൾക്ക് തരൂല. പകരം ലക്ഷറി ഈ പണിപ്പുരയ്ക്കകത്താണ് നിങ്ങൾക്ക് വരുന്നത്. അതും ഒരു പണി തന്നെയാണ്. പിങ്ക് പാക്കറ്റിലാണത്. കുറേ ടാസ്ക് വഴി നിങ്ങൾ കളിച്ച് ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പണിപ്പുരയ്ക്കകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. പണിപ്പുരയ്ക്കകത്തോട്ട് കയറുന്ന ആൾക്ക് ഒന്നുകിൽ അയാളുടെ ഐറ്റം, അയാളുടെ സാധനങ്ങളോ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സാധനങ്ങളോ എടുക്കാം. ബേസിക് റേഷൻ മാത്രമേ ഇത്തവണ ഞാൻ നിങ്ങൾക്ക് തരത്തുള്ളൂ. 2 ജോഡി വസ്ത്രം ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണമെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ തന്നെ തിരിച്ചു കിട്ടണം. അത് തിരിച്ചെത്തണമെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? കളിച്ചാലേ പറ്റത്തുള്ളൂ. ഇനി ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്ത് ചെയ്യാം? നിങ്ങൾ വായിച്ചു നോക്കണം. അതാണ് നമ്മുടെ ഈ പറയുന്ന പണിപ്പുരയുടെ നിയമപുസ്തകം എന്ന് പറയുന്നത്. അങ്ങനെ പുസ്തകം എടുക്കാൻ വേണ്ടി അനീഷ് പോകാൻ തുടങ്ങുമ്പോൾ ആര്യ നീ പൊയ്ക്കോടാ, നീ പോയി എടുത്തോന്ന് പറഞ്ഞാൽ ആര്യം ബുക്ക് പോയി എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് അനീഷിനെ കൊടുത്തിട്ട് പറയാണ് അനീഷെ ഞാൻ രാവിലെ മലയാളം വായിച്ചപ്പോഴല്ലേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കണമില്ല, എടുക്കണമില്ല, ഒന്നും ചെയ്യണമില്ല, നീ എന്തോ ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അനീഷ് അവിടെ നിന്ന് വായിക്കുകയാണ്. റൂളുകൾ പണിപ്പുരയുടെ റൂളുകളാണ്. എല്ലാ പേഴ്സണൽ ഐറ്റംസും പണിപ്പുരയിലാണ് ഇരിക്കുന്നത്. ലക്ഷറികൾ പണിപ്പുരയിലാണ് ഇരിക്കുന്നത്. 3ാമത്തെ പോയിന്റ് ഓരോ ആഴ്ചയും നിങ്ങൾക്ക് കിട്ടുന്ന ഇത്ര പോയിന്റുകൾ വെച്ച് മാത്രമേ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണിപ്പുരയിലുള്ള നിശ്ചിത പോയിന്റുകൾക്കനുസരിച്ച് മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ 2 പ്രാവശ്യം മാത്രമേ ഒരാഴ്ചയിൽ നമുക്ക് പണിപ്പുരയ്ക്കകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്തും അതിനകത്ത് നമുക്ക് എടുക്കാം. ബ്രൗൺ, ഗ്രീൻ, അതാണ് ബ്രൗണ്, ഗ്രീന്, പിങ്ക്, ഈ കളറുകളിലാണ് അവിടെ പാക്കറ്റുകളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. സ്വന്തം സാധനം അല്ലെങ്കിൽ മറ്റുള്ള സാധനം നമുക്ക് എടുക്കാം. അടുത്ത സാധനങ്ങൾ കൃത്യസമയം ഉണ്ടായിരിക്കും, അതിനകത്ത് എടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് തരുന്ന പോയിന്റിനും ഓവറായിട്ട് അതിനകത്ത് നീ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓവറായ സാധനം തിരിച്ചു കൊടുക്കണം. പേഴ്സണലായിട്ട് നമ്മുടെ സാധനങ്ങളാണ് എടുത്തുകൊണ്ട് വരുന്നതെങ്കിൽ പേഴ്സണൽ ബാസ്ക്കറ്റിലും, വേറെ ആരുടെയെങ്കിലും സാധനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ജനറൽ ബാസ്ക്കറ്റിലും ഇടണം. പിന്നീട് നമ്മുടെ വസ്ത്രം, ചെരുപ്പ് ഒക്കെ പൂർണ്ണമായിട്ടും 1 ജോഡി കിട്ടിയാൽ മാത്രമേ അതിനെ കൊണ്ടുവരാവൂ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ പകുതി വസ്ത്രവും പകുതി യൂണിഫോമും ആയിട്ട് നിങ്ങൾ നിൽക്കാൻ പറ്റില്ല. അതായത് തോന്നിയ പാടായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്കുള്ള ഇപ്പം അവരുടെ ചെരുപ്പുകളെല്ലാം സെയിം ആണ്. മനസ്സിലായില്ലേ? ഇപ്പം അതിനകത്ത് അവർ പോയിട്ട് അവർക്കൊരു ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഉടുപ്പ് കിട്ടിക്കഴിഞ്ഞാലോ ഒക്കെ അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഉടുപ്പും പാൻറ്റും ഒരു സെറ്റ് ആണെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് വരില്ല. അതായത് പകുതി ഇവിടെ നിൽക്കുന്ന ഞാൻ തരുന്ന ഡ്രസ്സും ഞാൻ തരുന്ന ബിഗ് ബോസ് കൊടുക്കുന്നതാണ് യൂണിഫോം എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അവരുടെ ഡ്രസ്സ് ഇല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ അതിനകത്ത് നിന്ന് സാധനങ്ങൾ പറക്കി എടുത്തിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്ക് എറിഞ്ഞു കൊടുക്കരുത്. എല്ലാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് തിരിച്ചു കൊണ്ടുവരണം. ക്യാപ്റ്റൻ കൃത്യമായ സാധനങ്ങളെല്ലാം എണ്ണി എടുത്തിട്ട് ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. എന്നിട്ടാണ് ബിഗ് ബോസ് പറയുന്നത് ക്യാപ്റ്റൻ കുറച്ച് പേര് ഇവിടെ നിന്ന് ഉറങ്ങുകയാണ്, നിങ്ങൾ ചോദ്യം ചോദിക്കൂ. നമുക്കറിയാമല്ലോ ഇവർ ഉറങ്ങുകയാണോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, അതൊക്കെ അങ്ങ് കഴിയുന്നു. ഓക്കെ. പിന്നീട് അനീഷ് എന്ത് ചെയ്യുന്നു? പറയാണ് എന്നെ പാമ്പർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് റെസ്പെക്റ്റ് തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ റെസ്പെക്റ്റ് കൊടുക്കത്തുള്ളൂ. ഞാൻ കൊടുക്കുന്ന റെസ്പെക്റ്റ് എനിക്ക് എല്ലാവരിൽ നിന്നും കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു സംസാരം അവിടെ നടക്കുവാണ്. പിന്നീടാണ് ബിഗ് ബോസ് പറയുന്നത് നോമിനേഷൻ. ആദ്യത്തെ ആഴ്ചയിലെ നോമിനേഷനാണ്. 2 പേരെ നോമിനേറ്റ് ചെയ്യണം. അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഹിസ് ക്യാപ്റ്റൻ. അനുമോൾ പറയുന്നത് ജിസൈലിൻ്റെയും മുൻഷി രഞ്ജിത്തിൻ്റെയും പേരാണ്. ഓപ്പൺ നോമിനേഷൻ അല്ല, ക്ലോസ്ഡ് ആണ്.
ജിസയിൽ ഇവിടെ മാറിയിരിക്കുന്നു, ആരുമായിട്ട് മിങ്കിൾ ആവുന്നില്ല, ആക്റ്റീവ് അല്ല. ഇതാണ് കാരണം. മുൻഷി രഞ്ജിത്തിന്റെ പറയുന്ന കാരണം വഴക്കുണ്ടാക്കുക എന്ന പേരിലാണ് ബിഗ് ബോസ് എന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. അതല്ല ബിഗ് ബോസ്. ആര്യൻ പോകുന്നു, ഷൈത്യയുടെ നെവിന്റെയും പേര്. ഷൈത്യ ടാസ്കിൽ സംസാരിച്ചില്ല, ഇന്നലെ മിങ്കിളിങ് കുറവായിരുന്നു. നെവിന്റെ പേര് പറയാൻ കാരണം ഇൻവോൾവ് അല്ല, അധികം എഫേർട്ട് ഇന്നലത്തെ ടാസ്കിൽ കാണിച്ചിട്ടില്ല. സംസാരിക്കുമ്പോൾ ഒരു അഭിനയം നെവിൻ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. സേഫ് ആയിട്ടിരിക്കുന്നു. സരിക പോകുന്നു. കലാഭവൻ സരിക പറയുന്നത് ആര്യന്റെ പേരാണ്. ആര്യൻ ഗെയിമിൽ ഓടി പിടിക്കാനായിട്ട് ഇന്നലെ മറ്റേ ആര്യൻ്റെ കയ്യിൽ ബാഡ്ജ് ഉണ്ട്, അപ്പോൾ ഓടി പിടിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും എന്താ ഞാൻ നിങ്ങളെ കയറി ഇതുപോലെ പിടിക്കട്ടെ, ഇതാ നിങ്ങളിങ്ങനെ എൻ്റെ പിറകിൽ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഇവർ എൻ്റെ ബാത്റൂമിനകത്തൊക്കെ വന്ന് കയറി എന്ന് പറഞ്ഞു. അതൊക്കെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ആര്യൻ. പിന്നെ ഒണിയലിൻ്റെ പേര് പറയുന്നു സരിക. ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ എല്ലാവർക്കും ഇവിടെ ക്ഷീണം തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ ഇറങ്ങി കളിക്കില്ലേ എന്ന് ചോദിച്ചപ്പം നാളെ ആവട്ടെ, നാളെ മുതൽ ഞാൻ കളിച്ചോളാം എന്നുള്ളപ്പോൾ നാളെ എന്ന് പറയുന്ന ടൈം നമുക്കില്ല, ഓരോ ദിവസവും നമുക്ക് വാല്യൂ ഉള്ളതാണെന്ന് പറയാണ്. അടുത്ത് അക്ബർ മുൻഷിയുടെയും ആദില നൂറയുടെയും പേരാണ്. ആദില നോറയല്ല നൂറ. മുൻഷിയുടെയും ആദില നൂറയുടെയും പേരാണ്. മുൻഷി വീക്കാണ്, ഇൻവോൾവ്മെന്റ് കുറവാണ്. ആദില നൂറ ഒരാളുടെ ക്യാപ്റ്റൻസി അല്ല, ഒരാളുടെ പവർ പോലും ഇവിടെ കാണിക്കുന്നില്ല. 2 പേരുണ്ട്, ഒരു കണ്ടസ്റ്റന്റിന്റെ പവർ പോലും അവർക്കില്ല. അടുത്ത് ബിൻസി പോകുന്നു. ഷൈത്യയുടെ നെവിൻ്റെയും പേരാണ്. 2 പേർക്ക് ഒരേ കാരണമാണ്. ഷൈത്യ ആക്റ്റീവ് അല്ല ഗെയിമിൽ, അല്ല ഷൈത്യ നെവീനും ആക്റ്റീവ് അല്ല ഗെയിമിൽ, അങ്ങോട്ട് ഇൻവോൾവ് ആകുന്നില്ല, സംസാരിക്കുന്നില്ല. കുറച്ചുകൂടിയൊക്കെ അവർ ഓപ്പൺ അപ്പ് ആവണം. അടുത്ത് ഒണിയൽ സാബ് പോകുന്നു. ഷൈത്യയുടെയും ജിസേലിൻ്റെയും പേര് നോ. ഷൈത്യയുടെ കാര്യം പറയുന്നത് ഇവിടെ അധികം ആരടുത്തുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ല. ജിസയിൽ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത്. ബിന്നി പോകുന്നു. ഷൈത്യയുടെയും മുൻഷിയുടെയും പേരാണ് പറയുന്നത്. ഷൈത്യ ഗെയിം സ്പിരിറ്റ് കുറവാണ്. പിന്നെ അത് മാത്രമല്ല ആ ഡാസ്ലറിൻ്റെ കേസിൽ ഈ പറഞ്ഞതുപോലെ അവിടെ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളവർ എടുത്തിട്ട് അവസാനം അവരുടെ തലയിൽ മാത്രം കുറ്റമാക്കി കൊടുത്തു. ഈ പറയുന്ന ഷൈത്യം അത് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവിടെ ന്യായീകരിച്ചു. മുൻഷിയുടെ പേര് പറയുന്നു. ചെറിയ കോമഡിയൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നു, ഒരു സീരിയസ്നെസ് ഒന്നുമില്ല. അടുത്ത് അഭിലാഷ് പോകുന്നു. രേണുവിൻ്റെയും ആര്യൻ്റെയും പേരാണ്. രേണു ഇവിടെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന പോലെ കാണിക്കുന്നു. ഇവിടെ അങ്ങനെ കാണിക്കേണ്ട ഷോ ഒന്നും അല്ല ഇത് എന്ന് പറയുന്നു. ആര്യൻ ഇവിടെ വായിക്കുന്ന, നേരത്തെ രാവിലെ മലയാളം വായിക്കുന്ന കേസിലുണ്ടായ ഇഷ്യൂവിൽ കുറച്ച് നേരം മുമ്പേ സ്റ്റോർ റൂമിൽ പോയി എടുത്തുകൊണ്ട് വന്ന ആ പേപ്പർ തിരിച്ച് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ് നീ തന്നെ വായിച്ചു, എനിക്കൊന്ന് വായിക്കണ്ടേ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു ധാർഷ്ട്യം പോലെ തോന്നി എന്ന് പറയുന്നു. അടുത്ത് റെന. നെവിൻ്റെയും ഷൈത്യയുടെയും പേരാണ്. നെയിം ഗെയിം മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നു. ഷൈത്യ ഒരു പ്രശ്നത്തിൽ ലിപ്സ്റ്റിക് കേസ്, ലിപ്സ്റ്റിക്ക് രാവിലെ എടുത്ത് പൂശിയതിൻ്റെ പേരിൽ ബിഗ് ബോസ് വഴക്ക് പറയുന്നുണ്ടല്ലോ, ആ കേസ് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. അടുത്ത് രഞ്ജിത്ത് പോകുന്നു. സെയിം ഷൈത്യയുടെയും ജിസേലിൻ്റെയും കേസാണ്. ഷൈത്യയുടെ ലിപ്സ്റ്റിക് കേസാണ് ഈ പറയുന്ന രഞ്ജിത്തും പറയുന്നത്. ജിസേലിൻ്റെ പേരിൽ ലാംഗ്വേജ് പ്രോബ്ലം അവർക്കുണ്ട്. പിന്നെ കുറച്ച് ചിട്ടകളൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളിലുണ്ട്. അവരുടെ കോഫി കിട്ടിയില്ല, അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ സെറ്റ് ആവില്ല എന്ന് പറയാണ്. അടുത്ത് ജിസയിൽ പോകുന്നു. രേണുവിൻ്റെയും ഷാരികയുടെയും പേരാണ്. രേണു ഇന്നലത്തെ ടാസ്കിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഷാരിക ആക്റ്റീവ് അല്ല, ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, എനർജറ്റിക് അല്ല എന്ന് പറയുന്നു. ഷാരിക പോകുന്നു. രേണുവിൻ്റെയും മുൻഷിയുടെയും പേരാണ്. രേണു പ്രോപ്പറായിട്ട് ഇവിടെ കളിക്കുന്നില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. മുൻഷി ഇവിടെ ഗെയിം കളിക്കുന്നില്ല, ഇവിടെ എന്തോ ടൂറിന് വന്ന കണക്കാണ് വരുന്നതെന്ന് പറയുന്നു. ഷാനവാസ് പോകുന്നു. അവിടെയാണ് കഥ. ജിസൈലിൻ്റെ പേര് പറഞ്ഞിട്ട് പറയാണ് വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണ്. പക്ഷേ ഈ പറയുന്ന ജിസൈലിൻ്റെ വസ്ത്രം കേരള സംസ്കാരത്തിന് അരോചകമായേക്കാമെന്ന്. അത് എന്തർത്ഥത്തിൽ ഈ ഷാനവാസ് അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ജിസേലിനെ മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. ജിസേൽ കുറച്ച് എന്താ പറയുക, മോഡേൺ നല്ല ഡ്രസ്സ് അതിനകത്ത് ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. പറയുന്നെങ്കിൽ എല്ലാവരെയും പറയണമായിരുന്നു. ഒന്നാമത് അവർ നോർത്ത് ഇന്ത്യയിലുള്ള ഒരാളാണ്, അവരുടെ കൾച്ചർ അങ്ങനെയാണ്. കേരള കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഒരാളുടെ ഡ്രസ്സിൽ കമൻറ്റ് ചെയ്ത് നീ കേരളത്തിൽ വരുന്നതുകൊണ്ട്, കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് നിൽക്കാവുന്നതല്ല. കേരളത്തിൻ്റെ കൾച്ചർ എന്നപ്പോൾ ഞാൻ പറഞ്ഞ അതിന് ഒരു അർത്ഥമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർ ഒരു സാധനം കുറേ നാളായിട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നു, അതങ്ങ് പോകുന്നു. അല്ലാതെ വസ്ത്ര സ്വാതന്ത്ര്യം കേരളത്തിലുള്ളവർക്ക് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരുടെ കണക്കൊക്കെ ഇടാം, ഒരു കുഴപ്പമില്ല. ആ വീട്ടിൽ എത്ര പേരിടുന്നു? ആദില നൂറ ഇടുന്നില്ലേ? അത് ഷാനവാസിന് ചോദിക്കണ്ട. ജിസയിൽ ഇടുമ്പോഴാണ് കുഴപ്പം. അപ്പൊ അങ്ങനെയൊന്നും പറയരുത്. ഒന്നുകിൽ പറഞ്ഞെങ്കിൽ 2 പേരുടെയും പേര് പറയണമായിരുന്നു. ആദില നൂറയുടെയും ഡ്രസ്സ് ശരിയല്ല, ജിസേലിന്റെയും ഡ്രസ്സ് ശരിയല്ല. പക്ഷേ ഡ്രസ്സ് ശരിയല്ലെന്ന് പറയാനായിട്ട് ഷാനവാസ് ആരാണ്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഷാനവാസ് ആരാണ് ഒരാളുടെ ഡ്രസ്സ് ശരിയല്ലെന്ന് പറയാൻ? അടുത്ത് അഭിലാഷിന്റെ പേരും ഷാനവാസ് പറയുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ക്യാപ്റ്റൻ പറയുന്ന എല്ലാത്തിനും ഈ പറയുന്ന അഭിലാഷും ഓപ്പോസിറ്റ് പറയാണെന്ന് പറയുന്നു. അടുത്ത് നെവിൻ. അനുമോളുടെയും രേണുവിൻ്റെയും പേരാണ്. അനുമോള് ഞാനൊരു പാവമാണ്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വീട്ടമ്മ ചമഞ്ഞ് കാരണവരായിട്ട് നടക്കുകയാണ്. രേണു ടാസ്കിൻ്റെ ടൈമിൽ ലൈറ്റായിട്ട് ഇന്നലെ എടുത്തു അതിനെ. അടുത്ത് ആദിലയും നൂറയും പോകുന്നു. ഷൈത്യയുടെ 2 പേരുടെ ആലോചിച്ച് ഡിസ്കസ് ചെയ്താണ് പറയുന്നത്. ഷൈത്യ ലിപ്സ്റ്റിക് കേസിൻ്റെ ഇതാണ് പറയുന്നത്. ആര്യൻ്റെ പേര് പറയുന്നു. ഇവരുടെ പേര് മാത്രം
അതായത് ആദിലയുടെ പേര് മാത്രം ഇന്നലെ പറ ലിപ്സ്റ്റിക് കേസിനകത്ത് വലിച്ചിട്ടു. ഇപ്പൊ ആദിലെ നൂറ ഉണ്ടായിരുന്നു, എന്നിട്ട് നൂറെ വലിച്ചിട്ട് അത് ആദിലയെ എന്നെ മാത്രം അതിനകത്ത് വലിച്ചിട്ടു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല. ശൈത്യ പോകുന്നു. ബിന്നിയുടെയും രഞ്ജിത്തിന്റെയും പേര്. ബിന്നി ടാസ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെയൊന്നും അല്ല, ബാത്റൂമിന്റെ അവിടെ പോയിരുന്ന സമയത്താണ് ബിന്നി അവിടെ നിന്നത്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഞാൻ കുറേ തവണ തട്ടിപ്പറിക്കാനൊക്കെ നോക്കി പലരുടെ അടുത്ത് നിന്നും. അടുത്ത് രഞ്ജിത്ത് കുറച്ച് വീക്കാണെന്ന് തോന്നിയെന്ന് പറയുകയാണ്. അടുത്ത് രേണു പോകുന്നു. അക്ബറിന്റെയും ശൈത്യയുടെയും പേര്. രണ്ടുപേരും ആക്റ്റീവായിട്ട് തോന്നുന്നില്ലെന്ന് പറയുന്നു. അപ്പാനി ശരത്ത് പോകുന്നു. നെവിന്റെയും ഷാനവാസിന്റെയും പേര്. രണ്ടുപേരും സീസൺ 7 സീരിയസ്നെസ് മനസ്സിലായിട്ടില്ലെന്ന് പറയാണ്. അനീഷ് പോകുന്നു. ശാരികയുടെയും അനുമോളുടെയും പേരാണ്. പുറത്ത് പോസിറ്റീവ് സാധനം മാത്രം വിതറാൻ വേണ്ടിയിട്ടാണ് ശാരിക ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അനുമോള് ഇന്നലെ സിംഗിൾ ബെഡ് പോയി ഒറ്റയ്ക്ക് ചൂസ് ചെയ്തു. അപ്പം പിന്നീട് സാരികയും രേണുവിനെ കിടത്താൻ വേണ്ടി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സരികയുടെ അടുത്തും അനുമോളുടെ അടുത്തും ഞാൻ ചോദിച്ചപ്പോൾ അനുവിന് പറ്റില്ല എന്ന് അനു പറഞ്ഞു. അപ്പോൾ സരികയാണ് പിന്നീട് സമ്മതിച്ചത്. അപ്പോൾ ക്യൂട്ട്നെസ് വാരി വിതരം നടക്കുകയാണ് അനു. പക്ഷേ അനുവിന് അത് കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിലാണ് അനു നടക്കുന്നത്. വ്യക്തിത്വം പോലും ഇല്ല എന്നിങ്ങനെ പറയുന്നത്. ഇതാണ് കംപ്ലീറ്റ് നോമിനേഷൻ വരെ നടന്ന കഥ. ഇനി ഓരോരുത്തർക്കും എത്ര നോമിനേഷൻസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിന് 4 വോട്ട്, മുൻഷിക്ക് 5 വോട്ട്, ഷൈത്യയ്ക്ക് 8 വോട്ട്, നെവിന് 4 വോട്ട്, ആര്യന് 3 വോട്ട്, രേണുസുതിക്ക് 4 വോട്ട്, ഷാരികയ്ക്ക് 2 വോട്ട്, അനുമോൾക്ക് 2 വോട്ട്, പിന്നെ സാബുവിന് 1 വോട്ട്, അതായത് ഒണിയൽ സാബുവിന് 1 വോട്ട്, ആദില നൂറയ്ക്ക് 1 വോട്ട്, അഭിലാഷിന് 1 വോട്ട്, ബിന്നിക്ക് 1 വോട്ട്, അക്ബറിന് 1 വോട്ട്, ഷാനവാസിന് 1 വോട്ട്. ഇങ്ങനെയാണ് വോട്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിനകത്ത് നമുക്കറിയാം സാധാരണ ബിഗ് ബോസിൽ 1ൽ കൂടുതൽ വോട്ടുള്ളവരാണ് നോമിനേഷനിൽ വരുന്നത്. ഇത്തവണ 7ന്റെ പണിയായതുകൊണ്ട് ചിലപ്പോൾ 1 വോട്ട് ഉള്ളവരും നോമിനേഷനിൽ വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഏതാണ്ട് ഒരു 7 പേര് നോമിനേറ്റഡ് ആണ്. നമുക്ക് ഉച്ചയ്ക്ക് കിട്ടിയ ലിസ്റ്റ് പോലെയൊന്നും അല്ല. അതിനകത്ത് ഒരാൾ എന്തോ നോമിനേഷനിലില്ല. അതിനകത്ത് നമ്മൾ ബിന്നിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ബിന്നി നോമിനേഷനിലില്ല. അഭിലാഷിന്റെ പേരും അതിൽ പറഞ്ഞിട്ടില്ല. അഭിലാഷിന്റെ പേര് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അഭിലാഷ് നോമിനേറ്റഡ് ഇല്ല. അപ്പം അങ്ങനെയാണ് കേസ്. അപ്പോൾ ബാക്കി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ജിസൈല്, മുൻഷി, ശൈത്യ, നെവിൻ, ആര്യൻ, രേണുസുതി, ഷാരിക, അനുമോൾ, ഇവർ 8 പേര് നിലവിൽ നോമിനേറ്റഡ് ആണ്. ഇനി ബാക്കി എന്തെങ്കിലും ട്വിസ്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 1 വോട്ട് കിട്ടിയ സാബുവും ആദില നൂറയും പിന്നെ ബിന്നിയും അക്ബറും ഷാനവാസും ഒക്കെ വരുമോ എന്ന് നോക്കാം. പറയാൻ പറ്റൂല, 7ന്റെ പണിയാണ്. ഇനി അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ എന്താണ് അടി നടന്നത് വേറെ ഒന്നുമല്ല. ഉച്ചയ്ക്ക് ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞിരുന്നു തലവേദനിക്കുന്നു എന്നുള്ള സാധനം. അത് ഈ നമ്മുടെ എന്താ പറയുക, അനീഷ് കേട്ടില്ല. ഇന്ന് വൈകുന്നേരം ഈ ലിവിംഗ് റൂമിൽ ഇരുന്ന സമയത്ത് രേണു തലവേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേണു തലവേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് രേണുവിന് തലവേദനിക്കുകയാണ്, ചായ കുടിക്കാത്തപ്പോൾ ഒന്ന് മെഡിസിൻ കൊടുത്തേക്കണം, ഡോക്ടറെ കാണാൻ എന്നൊക്കെ പറയുവാണെന്ന് പറയുന്നു. അവിടെ നിന്ന് ലിവിംഗ് റൂമിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ തന്നെ ഒരു മൊട്ടാൻ അടി അങ്ങോട്ട് തുടങ്ങുവാണ്. അഭിശ്രീയും രേണുവും കൂടിയാണ്. നിനക്ക് തലവേദന ഇല്ല, നീ ആക്ടിങ് ആണ് അവിടെ കാണിക്കുന്നത്, നീ അവിടെ ഇരുന്ന് സ്വന്തമായിട്ട് ഉറങ്ങിയിട്ട് അവിടെ നിന്ന് ആക്ടിങ് കാണിക്കുകയാണെന്ന് പറഞ്ഞ് അഭിശ്രീ ഭയങ്കര അലറക്കം മീൻസ് ലൈക്ക് ഒരു നെഗറ്റീവ് വരും പുറത്ത്. നമുക്ക് സംസാരിക്കാം, മക്കളെ, നമുക്ക് നന്നായിട്ട് സംസാരിക്കാം, ഇന്ററാക്ട് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന പോലെ ഭയങ്കര അലറക്കം, നീ ഭയങ്കര ഒരു രേണുസുതി മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അങ്ങോട്ട് താടകെ കണക്ക് ഇറങ്ങി, പാടാ നീ എന്നെ അടിക്കോ, നീ എന്നെ തല്ലടാ, ഭയങ്കര മൊട്ടം വഴക്ക് 2 പേരും കൂടി. അപ്പൊ അപ്പാനി വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുന്നു. അപ്പാനി വന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അനുമോള്, ചേച്ചി ഇങ്ങോട്ട് മാറി ചേച്ചി, ഒന്ന് പറയുന്ന കേക്ക് ചേച്ചി, മാറി ചേച്ചി, പ്ലീസ് ചേച്ചി. എവിടെ കേൾക്കാൻ, 2 പേരുടെ മൊട്ടം വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടം വഴക്കാണ്, വേറെ ഒന്നുമല്ല പ്രശ്നം. ഷാനവാസിന് നേരത്തെ തലവേദന എന്ന് പറഞ്ഞിട്ട് അനീഷ് ക്യാപ്റ്റൻ ആണല്ലോ, അനീഷ് ബിഗ് ബോസിനോട് പറഞ്ഞില്ല. രേണുസുതിക്ക് തലവേദന ഇല്ലാഞ്ഞിട്ട് പോലും പോയി ചോദിച്ച് ചേച്ചി തലവേദന ഉണ്ടോ എന്ന് ചോദിച്ച് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിപ്പിക്കാൻ പോയത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വഴക്ക്. അപ്പം രേണുസുതി പറഞ്ഞാൽ എനിക്ക് തലവേദനിക്കുന്നു. അപ്പോൾ അനുമോൾ, ചേച്ചി തലവേദനയുള്ള ഒരാൾ ഇങ്ങനെ പെരുമാറോ? കുറേ പേരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. മിക്ക ഉള്ളവരും ചിരിയാണ് അതിൻ്റെ പുറകിൽ. സാധാരണ ബിഗ് ബോസ് നമ്മൾ എപ്പോഴും കാണുമെങ്കിലും നമുക്ക് ചിരി അന്നേരം കണ്ടവർ വഴക്ക് കൂടുമ്പോൾ ചിരി വരും സ്വാഭാവികമായിട്ടും. എന്നാലും നമ്മൾ ചിരി അടക്കി പിടിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇവരങ്ങനെ നിൽക്കുന്നില്ല, എല്ലാവരും അതിൻ്റെ പിറകിൽ നടന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഈ അടി തീരുന്നില്ല. അനീഷും ഷാനവാസും കൂടെ എടാ നീ നേരത്തെ എൻ്റെ കാര്യം പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പറയണോ എന്ന് ഇങ്ങനെ നിങ്ങൾ എൻ്റെ പറഞ്ഞില്ല, നിങ്ങൾക്ക് തലവേദനയുടെ കാര്യം പറഞ്ഞില്ല, സത്യമായിട്ട് പറഞ്ഞില്ല, സത്യമാണ് ഞാൻ പറയുന്നത് എന്നെല്ലാം പറഞ്ഞിങ്ങനെ ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് രേണുവിൻ്റെ കൂടെ വീണ്ടും വഴക്കാം. അപ്പം അപ്പാനി, നിന്റെ ഒരു ഷോയും ഇവിടെ നടക്കത്തില്ല, ഒരു വേലയും നടക്കത്തില്ല, പുറത്ത് പോകാനുണ്ടെങ്കിൽ പുറത്ത് പോകും, ഇതാണെന്ന് പറഞ്ഞ് രേണുവിൻ്റെ മണ്ടേ ചാടിക്കാറാണ്. ഇത് സംഭവം രേണുവിനെ പോസിറ്റീവ് ആവുള്ളൂ. കാരണം രേണു ഓൾറെഡി നെഗറ്റീവിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ആരും പിടിച്ച് രേണുവിനെ തിന്നാൻ പോണില്ല. ഇത് കണ്ടുകൊണ്ട് രേണു നിന്ന് കുറേ വോട്ടുകൾ കട ഒഴുകും. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഈ ഷാനവാസ് കുറച്ച് കഴിയുമ്പോൾ അനീഷ് ക്യാമറ എടുത്ത് പറഞ്ഞിട്ട് രേണുവിന് ഒട്ടും വയ്യാതിരിക്കുവാണെന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും
ഷാനവാസ് എടാ നീ 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 എന്താ നീ അന്നേരം പറഞ്ഞു, നീ നേരത്തെ എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ നീ അത് കേട്ടില്ലെന്ന് പറഞ്ഞു, ഇപ്പം നീ അവളുടെ കാര്യം മാത്രം ക്യാമറയിൽ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നീ എൻ്റെ കാര്യം ക്യാമറയിൽ പറഞ്ഞില്ല, എനിക്കത് ഇപ്പോൾ അറിയണം, എനിക്കിപ്പോൾ അറിഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക് വേറെ. അങ്ങനെ ഇപ്പം ഈ വഴക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 6:30 വരെ നടന്നുകൊണ്ടിരിക്കുന്ന വഴക്കാണ്. 2:20 മുതൽ 6:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണിത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റോട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.